ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്തൊന്നും ആ മനുഷ്യനില്ല. വന്നെനിക്കറിയാലോ, എൻ്റെ മുന്നിൽ ചാടിക്കടിക്കാൻ നിൽക്കുമ്പോഴും ആ കണ്ണുകളിൽ എന്നോടുള്ള വാത്സല്യത്തിൻ്റെ നനവ് കാണാം. ഒരു ദിവസം ഒരിക്കലെങ്കിലും അച്ഛൻ എന്നെ ഒന്ന് കാണണം. അതിനാ പലപ്പോഴും തല്ലാനും ശകാരിക്കാനൊക്കെ വേണ്ടി എന്നെ തേടി വരുന്നത്. ജയനങ്ങൾ കരയുന്നു. സോറി. ഞാൻ പറഞ്ഞതൊക്കെ മറന്നേക്ക. ആ, അച്ഛന് ഞാൻ വേറെ പാല് കൊണ്ടു കൊടുക്കാം. വേണ്ട, വന്ദന ഇത് പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം. എന്റെ ചങ്ങൊന്ന് പഠിച്ചപ്പോ എന്നെ സമാധാനിപ്പിച്ചില്ലേ, അത് മതി. മതി രണ്ടുപേരും കരഞ്ഞത്. ഇന്ന് രണ്ടുപേർക്കും ദിയമാള വക ഐസ്ക്രീം. അച്ചച്ചാ, അച്ചച്ചാ, ഞാനും വന്നു. മോളെങ്ങനെ ഇവിടെ? ദീമോളുടെ നിർബന്ധം കൊണ്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ആണോ? അച്ഛനും ഇവിടെ കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞങ്ങള് വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാ. മോളെ, മോൾക്ക് ഐസ്ക്രീം വേണ്ടേ? അച്ഛാ, അവളിപ്പോ കുടിച്ചതേ ഉള്ളൂ. അതൊന്നും സാരമില്ല. ദാ മോളെ, ദാ മോളെ, മോള് കഴിക്കും. താങ്ക് യു അച്ചച്ചാ. എല്ലാം കൂടി കഴിച്ച് പനി ഉണ്ടാക്കി വെക്കേട്ടോ. മോളെ, എന്റെ കുഞ്ഞിനെ വഴക്ക് പറയല്ലേ. ഏതായാലും നിങ്ങളെ കണ്ടപ്പോ സന്തോഷമായി. മോളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കായിരുന്നു. ഇന്ന് നമുക്ക് വീട്ടിൽ തങ്ങിയിട്ട് പോവാം. എതിർപ്പൊന്നും പറയണ്ട, നമ്മള് വീട്ടിലേക്ക് പോകുന്നു. അച്ഛാ, അത് ശരിയാവില്ല. ഞാനവിടെ ആരോടും ഇല്ല. ഇന്ന് അച്ഛന്റെയും അച്ഛമ്മേരെയും കൂടെ പോവാൻ വന്ദനമ്മേ. എനിക്ക് സുചിത്ര ആന്റിയെയും വിനിയോങ്കിളിനെയൊക്കെ കാണണം. പ്ലീസ് ജഗനങ്ങളെ. വാ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. രമണൻ ചന്ദ്രിക പ്രണയകഥ പോലെ തന്നെ നാട്ടില് പാട്ടാ മാധവ ചന്ദ്രിക പ്രണയകഥയും. മിക്കവാറും ആരെങ്കിലൊക്കെ ഇവരുടെ കഥ സിനിമയാക്കി ഇറക്കും എന്ന് നിന്റെ മൊയ്തീൻ എന്ന പോലെ.
അപ്പൊ നിയമമൊക്കെ കാണാം കേട്ടോ. ആ മതി മതി. ഇവള് നാളെ മുതൽ കഥയും ചോദിച്ചോണ്ട് വരും. ഈ കഥ നമ്മള് മുത്തശ്ശിയോട് ചോദിക്കും. അമ്പടി കള്ളി. ഇവളാള് ഭയങ്കരിയാ. ആ നേരെ ഒരുപാടായി, എല്ലാരും പോയി കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് അച്ഛമ്മേ. ആ ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. അച്ഛൻ ആ ശരി. അല്ല, എന്തിനാ ഇവിടെ തന്നെ ഇരിക്കുന്നേ? നമുക്കും പോയി കിടക്കാം. എന്താ ആലോചിക്കുന്നേ? നമ്മള് മനോജിന് പണം കൊടുത്ത് സഹായിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഓർക്കുന്നു നീ? ഓർക്കുന്നുണ്ട്. ഊർമിള തന്ന പണത്തിന്ന് മനോജിന് പണം കൊടുക്കാമെന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് വേണ്ട. എന്റെ ഫ്രണ്ട് സോമൻ നായരുടെ കെയർ ഓഫിലാ എനിക്ക് ഈ ഓട്ടോ ഓടിക്കാൻ കിട്ടിയത്. ഈ ഓട്ടോയുടെ ഓണർ ഗോപാലകൃഷ്ണൻ സാറിന് എന്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അറിയാം. ലോകത്ത് ആരും ചെയ്യാത്തൊരു ഉപകാരം അദ്ദേഹം എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്.